ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ ഫോണ്ടൻ കൊണ്ട് ഫിഗേഴ്സ് അല്ലെങ്കിൽ റെയിൻബോ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഫോണ്ടൻ ഡെക്കറേഷൻ വെച്ചിട്ടുള്ള കേക്കിന് ലുക്ക് കുറച്ചുകൂടെ കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്നാൽ ഈ ഫോണ്ടൻ്റ് എല്ലാവർക്കും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ ഫോണ്ടൻ്റ് പെട്ടെന്ന് മെൽറ്റായി പോകുന്നു, ഫോണ്ടൻ്റ് ഡെക്കറേഷൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നു. ഇങ്ങനെ ഫോണ്ടൻ്റ് സ്റ്റിക്കായി പോകുന്നതും മെൽറ്റായി പോകുന്നതിനും കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനിവിടെ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഫോണ്ടൻ്റ് ഡെക്കറേഷൻ ചെയ്യുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കൈ നന്നായി വാഷ് ചെയ്ത് ഡ്രൈ ആയിരിക്കണം. വെറ്റ്നെസ് കയ്യിലുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ കൈ ക്ലോത്ത് വെച്ചിട്ട് തുടക്കാൻ ശ്രമിക്കാതിരിക്കുക. കഴിയുന്നതും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കൈ തുടച്ചെടുക്കാൻ നോക്കുക. ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുമ്പോൾ അതിൽ ക്രംസ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ CMC പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. CMC പൗഡർ യൂസ് ചെയ്യുന്നത് ഫോണ്ടൻ്റ് കുറച്ചുകൂടെ ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഫോണ്ടൻ്റ് ഡെക്കറേഷൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഫോണ്ടൻ്റ് ഒലിച്ചു പോവാനും മെൽറ്റായി പോവാനും ചാൻസ് കൂടുതലാണ്. ഇനി ഇത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഫോണ്ടൻ്റ് കയ്യിൽ സ്റ്റിക്കായി തോന്നുന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ വെച്ചിട്ട് വേണം ഇതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫോണ്ടൻ്റ് പെട്ടെന്ന് തന്നെ ഫോൾഡ് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ ശ്രമിക്കുക. കൈയിൻ്റെ ചൂട് കൂടുതൽ തട്ടിക്കഴിഞ്ഞാലും ഫോണ്ടൻ്റ് മെൽറ്റായി പോവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് ഇത് ഫോൾഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇതിലേക്ക് വീണ്ടും കുറച്ചുകൂടെ CMC പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. CMC പൗഡർ ഇല്ലാത്തവർ തൈലോസ് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതിനൊരു മെഷർമെൻറ്റ് പറയാത്തത് ഓരോ ഫോണ്ടന്റിനും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ മെഷർമെൻറ്റ് പറയാത്തത്. ഫോണ്ടൻ ഫിഗേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ സ്റ്റേബിളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫോണ്ടന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുറച്ച് കളർ മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണ്ടനിൽ കളർ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ജെൽ കളറാണ് യൂസ് ചെയ്യേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഫോണ്ടൻ്റ് മെൽറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഫോണ്ടൻ്റിൽ കളർ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെയിൻബോ ഉണ്ടാക്കാനുള്ള നോക്കാം. റെയിൻബോ ഉണ്ടാക്കിയെടുക്കാനായി എല്ലാ കളേഴ്സിൻ്റെയും ഇങ്ങനെ റോൾസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ കളേഴ്സിനെയും രണ്ടെണ്ണം വെച്ചിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാരണം 2 റെയിൻബോ ആണ് എനിക്കിവിടെ ഉണ്ടാക്കാനുള്ളത്. ഇനി ഇത് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. ഓരോ റോൾസും ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് വെച്ച് കൊടുത്ത് ഓക്കെ ആയതിന് ശേഷം ഇതൊന്ന് നമുക്ക് വെള്ളം വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം.
നമുക്ക് കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇങ്ങനത്തെ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഞാൻ പിന്നീടുന്ന വീഡിയോസ് മിസ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.